പരീക്ഷണാടിസ്ഥാനത്തിൽ 10-20 രൂപയുടെ പോളിമർ നോട്ടുകൾ പുറത്തിറക്കാനുള്ള റിസർവ് ബാങ്കിന്റെ നിർദ്ദേശത്തിന് അനുമതി നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇരു നോട്ടുകളുടെയും 1 ബില്യൺ വീതം പോളിമർ നോട്ടുകൾ ഫീൽഡ് ട്രയലുകൾക്കായി പുറത്തിറക്കാനാണ് തീരുമാനം. ഈ പരീക്ഷണം വിജയിച്ചാൽ നോട്ടുകൾ പതിവായി വിതരണം ചെയ്യും. പരമ്പരാഗത പേപ്പർ നോട്ടുകളെ അപേക്ഷിച്ച് പോളിമർ നോട്ടുകൾക്ക് ആയുസ് വളരെ കൂടുതലാണെന്നതാണ് ഈ നീക്കത്തിന് പിന്നിലെ കാരണം. അതിനർത്ഥം നിലവിലെ പേപ്പർ നോട്ടുകൾ ഒഴിവാക്കി പ്ലാസ്റ്റിക് കറൻസി കൊണ്ടുവരികയല്ല ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഘട്ടം ഘട്ടമായി പുതിയ നോട്ടുകൾ വിപണിയിൽ എത്തിക്കുമ്പോഴും നിലവിലുള്ള കടലാസ് നോട്ടുകൾ തുടർന്നും വിനിമയത്തിലുണ്ടാകും. ഇവ രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കാൻ സാധിക്കും. പോളിമർ നോട്ടുകൾ ഡിജിറ്റൽ പേയ്മെന്റുകളെ ബാധിക്കുമോ എന്ന ചോദ്യത്തിന് ഈ പദ്ധതി പ്രാഥമിക ഘട്ടത്തിലാണെന്നും നോട്ടുകൾ സ്ഥിരമായി വിതരണം ചെയ്തതിന് ശേഷം മാത്രമേ അതിന്റെ ആഘാതം വിലയിരുത്താൻ കഴിയൂ എന്നും ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി വ്യക്തമാക്കി. നോട്ടുകൾ അച്ചടിക്കുന്നതിന് പോളിമർ സബ്സ്ട്രേറ്റിന്റെ നിർമ്മാതാക്കളിൽ നിന്നും വിതരണക്കാരിൽ നിന്നും BRBNMPL കഴിഞ്ഞ ജൂലൈയിൽ താൽപര്യപത്രം ക്ഷണിച്ചിരുന്നു. ഫീൽഡ് ട്രയലുകൾ വിജയകരമായാൽ ഭാവിയിൽ കൂടുതൽ പോളിമർ നോട്ടുകൾ ലഭ്യമാക്കിയേക്കും. കറൻസി നോട്ടുകളുടെ ആയുസ് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2012-ലും ഇത്തരമൊരു നിർദ്ദേശം പരിഗണിച്ചിരുന്നെങ്കിലും അന്നത് നടപ്പിലായില്ല. ഇന്ന് ലോകത്തെ 60ഓളം രാജ്യങ്ങൾ പ്ലാസ്റ്റിക് കറൻസികൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിലെ ഇന്ത്യൻ കറൻസികൾ പരുത്തി നാരുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച പ്രത്യേക പേപ്പറിലാണ് അച്ചടിക്കുന്നത്. എന്നാൽ ഇതിനു പകരം നാരുകളില്ലാത്ത പോളിമർ സബ്സ്ട്രേറ്റിലാണ് RBI പോളിമർ നോട്ടുകൾ അച്ചടിക്കുന്നത്. കൈകൾ മാറി മറിഞ്ഞ് വേഗത്തിൽ കേടായി പോകുന്ന ചെറുമൂല്യമുള്ള നോട്ടുകളുടെ കാര്യത്തിൽ പോളിമർ നോട്ടുകൾ വളരെ പ്രയോജനപ്പെടുമെന്നാണ് നിഗമനം. ആയുസ് വർദ്ധിക്കുന്നത് വഴി നോട്ടുകൾ മാറ്റി അച്ചടിക്കേണ്ട സാഹചര്യവും കുറയും. ഒപ്പം അച്ചടി ചെലവും മലിനീകരണവും കുറയ്ക്കാം. കൂടാതെ വ്യാജ നോട്ടുകളെ പ്രതിരോധിക്കാനും ഇത് സഹായിക്കും. പേപ്പർ നോട്ടുകളുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ പോളിമർ നോട്ടുകൾ 2 മുതൽ 6 മടങ്ങ് വരെ കൂടുതൽ കാലം നിലനിൽക്കും. മാത്രമല്ല, കാലാവധി അവസാനിക്കുന്ന പോളിമർ നോട്ടുകൾ പൊടിച്ച് റീസൈക്കിൾ ചെയ്ത് വീട്ടുപകരണങ്ങളായ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും ഉപയോഗിക്കാം. നിലവിൽ ഓസ്ട്രേലിയ, UK, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ പ്ലാസ്റ്റിക് നോട്ടുകളാണ് ഉപയോഗിക്കുന്നത്. ഏഷ്യയിൽ തായ്ലൻഡ്, വിയറ്റ്നാം, മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളും പ്ലാസ്റ്റിക് കറൻസി ഉപയോഗിക്കുന്നുണ്ട്. ഈ നോട്ടുകളുടെ പരീക്ഷണത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നഗരങ്ങളിൽ കൊച്ചിയും ഉൾപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതായത് ഈ നോട്ടുകൾ പുറത്തിറങ്ങുന്നതോടെ ആദ്യം തന്നെ മലയാളികളുടെ കൈകളിലേക്കും എത്തും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.